നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക് യോഗി ആദിത്യനാഥിനോട് അപ്രീതിയാണ്. മൂന്നാമതും ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥ് പുറത്താക്കപ്പെടും. മദ്യനയ കേസിൽ അഴിക്കുള്ളിലായ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുവാനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിലും കെജ്രിവാളിന്റെ ഉത്സാഹത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നു. താൻ മൂന്നാമതും ജനവിധി തേടുന്ന ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പത്രികാ സമർപ്പണത്തിനായി നരേന്ദ്രനെത്തിയപ്പോൾ അദ്ദേഹത്തിനപ്പോൾ വലങ്കൈയായി യോഗി ആദിത്യനാഥും ഉണ്ടായിരുന്നു. അംബാനിയുടെയും അദാനിയുടെയും പ്രധാനമന്ത്രി എന്ന് കളിയാക്കി വിളിച്ച കെജ്രിവാളിന് മുൻപിലൂടെ നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക ഒപ്പുവെച്ചത് സാധാരണക്കാരായ അദ്ദേഹത്തിന്റെ വോട്ടർമാരാണ്. ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും OBC ദളിത് വിഭാഗങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾ നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചു. ഇന്ത്യ മുന്നണിക്ക് ഊർജ്ജമാകാൻ മൈക്കുമായി ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് പോലും വാക്കിലും നോക്കിലും നിഷ്പ്രഭനാക്കിയാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം അംഗ പുറപ്പാട്. തന്റെ സിറ്റിംഗ് സീറ്റായ അമേഠിയിൽ 8 നിലയിൽ പൊട്ടി വയനാട്ടിലേക്ക് വണ്ടി കയറിയ രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി. താൻ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ കടുത്ത വന്യജീവി ആക്രമണം നേരിടുമ്പോൾ പട്ടായയിലെ ബീച്ചുകളിൽ സുഖവാസത്തിന് പോയ രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി. ജീവിതം തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിച്ച മഹാത്യാഗി. ആകെ ഉണ്ടായിരുന്ന ഭൂസ്വത്ത് പോലും ദാനം ചെയ്ത് ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാലിൽ കെട്ടാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്കില്ല എന്നതാണ് സത്യം. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ മീൻ പിടിക്കാൻ പോയും ഗുരുദ്വാരകളിൽ സിഖ് വേഷം കെട്ടിയും റെയിൽവേ സ്റ്റേഷനുകളിൽ ചുമട്ടുകാരനായി വേഷം കെട്ടിയും വാർത്തകളിൽ ഇടം പിടിക്കാൻ കഷ്ടപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ ജനതയുടെ മുന്നിൽ കോമാളി വേഷം കെട്ടിയാടുകയാണ്. രാജ്യത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ഒരു നേതാവിന് മാത്രമേ സാധിക്കൂ. ആ നേതൃത്വ പാഠവും നരേന്ദ്രമോദിക്കുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തെളിയിച്ചതാണ്. 2019 രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് വോട്ട് തണ്ടി ഇറങ്ങി നാണം കെട്ട കോൺഗ്രസ് ഇത്തവണ രാജ്യത്തെ സകല ഈർക്കിളി പാർട്ടികളെയും ഒന്നിച്ചുകൂട്ടി ഒരു ചൂലുമായി ഇന്ത്യ അടിച്ചു വാരുവാൻ ഇറങ്ങുന്നു. ഇലക്ഷന് തൊട്ടു മുമ്പ് കർഷകരുടെ അപ്പോസ്തലന്മാരാകാൻ പുറപ്പെട്ട കോൺഗ്രസ് ഹരിയാനയിലെ ശംഭു അതിർത്തിയിൽ തങ്ങി നിൽക്കുന്നു. മോദി വിരുദ്ധ തരംഗമുണ്ടാക്കാൻ ആവത് പണിപ്പെട്ടിട്ടും അതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ദിനംപ്രതി നരേന്ദ്രമോദിക്ക് രാജ്യത്ത് ജനപ്രീതി കുതിച്ചുയരുന്നു. ബി.ജെ.പി ഇതര സംസ്ഥാനങ്ങളിൽ പോലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ രാഷ്ട്രീയം മറന്ന ആളുകൾ അറബിക്കടൽ പോലെ ഒഴുകുന്നു. മോദിയുടെ ഓരോ വാക്കിലും നോക്കിലും ആവേശം നിറച്ചുകൊണ്ട് അവർ മടങ്ങുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ മോദി പ്രഭാവം തന്നെയാണ് ബി.ജെ.പിയുടെയും തുറുപ്പുചീട്ട്. കേരളം എന്ന ഇട്ടാവട്ടത്തിരിക്കുന്ന ഈർക്കിലി പാർട്ടികൾക്ക് പോലും ബോധ്യമുണ്ട്, രാജ്യത്ത് നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി അവിടെ അടുത്ത 5 കൊല്ലവും ഉണ്ടാവുകയില്ല എന്ന്. ഇത്തവണയും തകർന്നടിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാകിയിരുന്ന ചിഹ്നമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പിനെ അതിജീവിക്കുക എന്ന അഗ്നി പരീക്ഷണമാണ് പല കക്ഷികൾക്കുമുള്ളത്. ഇന്ത്യ മുന്നണി പാളയത്തിൽ പടയുമായി പരാക്രമം പായുമ്പോൾ നരേന്ദ്രമോദിയുടെയും ബി.ജെ.പി സർക്കാരും മറ്റൊരു സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കത്തിലാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരകളിലേക്ക് ജനങ്ങളെ എത്തിച്ച ആഗോള വേദികളിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം കാത്ത ഒരു ജനതയുടെ നായകന്റെ മൂന്നാമൂഴം. അതിന് ഏറെ കാത്തിരിപ്പില്ല. തിരഞ്ഞെടുപ്പ് അവസാനിക്കും വരെയെങ്കിലും അടിപൊട്ടരുതേ എന്ന് മാത്രമാകും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ പരസ്പരം ചിന്തിക്കുന്നത്. സ്വയം പ്രഖ്യാപിത ഭാവി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പ്രച്ഛന്ന വേഷത്തിനിറങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് നർമ്മദാ നദീതീരത്തെ ഏകതാ പ്രതിമ പോലെ ഭാരതത്തിന്റെ ഒരേയൊരു ഏകലവ്യൻ, കാശിയുടെ 2ാം വിശ്വനാഥൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി.